Hi friends, welcome back to Meenu's Taste of Home. ഇന്ന് ഞാൻ കണവ വെച്ചൊരു പിസ്സയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് ഞാൻ അവനിലൊന്നുമല്ല, ഒരു പാനിലാണ് ഈ പിസ്സ തയ്യാറാക്കി എടുക്കുന്നത്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് സെലക്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. ഒരു പിസ്സ തയ്യാറാക്കാനായിട്ടുള്ള 3 മെയിൻ ഇൻഗ്രീഡിയൻറ്റിൽ ഒന്നാണ് ഈ പിസ്സ ബേസ്. അതിവിടെ റെഡി ആയിട്ടുണ്ട്. കൂടാണ്ട് നമുക്കൊരു പിസ്സ സോസ് വേണം. അത് തക്കാളി ഉപയോഗിച്ചുള്ള ഒരു സോസാണ്. പിന്നെ വേണ്ടത് ഷ്രെഡഡ് ചീസ്. ഈ 3 മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഒരു പിസ്സ തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ളത്. ഇത് കൂടാതെ നമുക്ക് വെജിറ്റബിൾസ്, സീ ഫുഡ്, നോൺ വെജിറ്റേറിയൻ ഇതെല്ലാം ചേർക്കാം. അതനുസരിച്ച് ഓരോ വെറൈറ്റി പിസ്സയാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ ഓരോ വെറൈറ്റി ചീസ് ഉപയോഗിക്കുന്ന അനുസരിച്ചും ആ പിസ്സയുടെ പേരും വ്യത്യാസമായിരിക്കും. പിസ്സ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഇറ്റാലിയൻ ഡിഷാണ്. ഈ കണവയുടെ ഇറ്റാലിയൻ നെയിമാണ് കലമാരി. അതുകൊണ്ട് കലമാരി പിസ്സയ്ക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ആദ്യമായി പ്രിപ്പയർ ചെയ്യേണ്ടത് പിസ്സ ബേസ്. ഈ പിസ്സ ബേസ് തയ്യാറാക്കുന്നതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണുന്നതിനായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കാണാത്തവർക്കായിട്ട് ഞാൻ വളരെ ഷോർട്ടായിട്ട് പിസ്സ ബേസ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. കണ്ടിട്ടുള്ളവർ ഇത് സ്കിപ്പ് ചെയ്തിട്ട് വീഡിയോ തുടർന്ന് കാണുക. പിസ്സ ബേസ് തയ്യാറാക്കുന്നതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ്, അതിനോടൊപ്പം 1/4 കപ്പ് ചെറുചൂടുള്ള വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു വാമായിട്ടുള്ള പ്ലേസിൽ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 10 മിനിറ്റ് കഴിയുമ്പോൾ ഈസ്റ്റ് നന്നായിട്ടൊന്ന് പതഞ്ഞു വരും. ഇനി ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഉപ്പ്, അതിനോടൊപ്പം 1/4 കപ്പ് പശുവിൻ പാൽ, 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ, ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാണ്. ഇനി ഇതിലേക്ക് ലെവൽ ചെയ്തിട്ടുള്ള 1/2 കപ്പ് മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഈ കുഴച്ചെടുത്ത ഡോയിലേക്ക് അല്പം ഒലിവ് ഓയിൽ ചേർത്ത് വീണ്ടും സോഫ്റ്റ് ആകുന്നത് വരെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതൊരു വാമായിട്ടുള്ള പ്ലേസിൽ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഏകദേശം 1 മണിക്കൂർ കഴിയുമ്പോൾ ഈ ഡോ ഇതിൻ്റെ ഇരട്ടിയായിട്ട് തന്നെ പൊങ്ങി വരും. ഇത് വീണ്ടും ഒന്നുകൂടെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്കൊരു റോളിംഗ് പിൻ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇത് ഈ പിസ്സ തയ്യാറാക്കുന്ന പാനിൻ്റെ വലുപ്പത്തിലാണ് ഞാനിത് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു ഫോർക്ക് ഉപയോഗിച്ച് ചെറിയ ചെറിയ ഹോൾസ് ഇടാം. അങ്ങനെ പിസ്സ ബേസ് ഇവിടെ റെഡിയായി. ഇനി വേണ്ടത് പിസ്സ സോസ്. ഇനി നമുക്ക് ഈ പിസ്സ സോസ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇൻഗ്രീഡിയൻസ് നോക്കാം. മീഡിയം സൈസ് കണവ 3-4 എണ്ണം. ഈ കണവ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണുന്നതിനായിട്ട് ഒന്നുകിൽ മുകളിൽ കാണുന്ന ലിങ്കിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് സവാള, 3 ചുവന്ന തക്കാളി, കഴിവതും നല്ല പഴുത്തിട്ടുള്ള തക്കാളി തന്നെ ഇതിനായിട്ട് യൂസ് ചെയ്യണം. മീഡിയം സൈസ് ആണെന്നുണ്ടെങ്കിൽ 2 എണ്ണം മതിയാവും. ചതച്ചെടുത്ത വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ. സ്പൈസസ് ആയിട്ട് ഒരു ചെറിയ കഷ്ണം പട്ട, 1/4 ടീസ്പൂൺ കുരുമുളക്, ഗ്രാമ്പൂ 2-3 എണ്ണം, പെരിഞ്ചീരകം 1/4 ടീസ്പൂൺ, വറ്റൽമുളക് ചതച്ചത് 1 മുതൽ 1.5 ടേബിൾ സ്പൂൺ, ഒറിഗാനോ 1/2 ടീസ്പൂൺ, ഒലിവ് ഓയിൽ 1 ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്. സവാള, തക്കാളി, കണവയെല്ലാം കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഹെഡ് പോർഷൻ കളയാം. ഇനി നമുക്ക് കണവ കട്ട് ചെയ്യാം.
പിസ്സ സോസ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. സോസ് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു പാനാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒലിവ് ഓയിൽ ചേർക്കാം. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർക്കാം. ഇതിലേക്ക് ഇനി എടുത്തു വെച്ചിരിക്കുന്ന സ്പൈസസ് എല്ലാം ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പൈസസ് എല്ലാം ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് സവാള ചേർക്കാം. സവാള ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. സവാള ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. മിക്സ് ചെയ്യാം. ചില്ലി ഫ്ലേക്സ് ചേർക്കാം. മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തക്കാളി ചേർക്കാം. തക്കാളി മിക്സ് ചെയ്യാം. ഇനി ഈ തക്കാളി നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ ടൈമിൽ ഇതിന്റെ ഉപ്പിന്റെ ടേസ്റ്റും കൂടെ നോക്കണം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ ചേർക്കാം. ഈ സോസിൽ ഒട്ടും തന്നെ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ തക്കാളിയിൽ നിന്നുള്ള ജ്യൂസ് തന്നെ മതിയാവും. സോസിന് നല്ലൊരു റെഡ് കളർ കിട്ടാനായിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ കെച്ചപ്പ് ചേർക്കാം. ഇത് ഓപ്ഷണൽ ആണ്. മിക്സ് ചെയ്യാം. ഈ സോസ് കുറച്ചുകൂടെ ഒന്ന് കുറുകി വരണം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒറിഗാനോ ചേർക്കാം. മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കൂളായതിന് ശേഷം നമുക്ക് മിക്സറിന്റെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി പാനിൽ നിന്ന് ഇതെടുത്ത് മാറ്റാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് അരച്ചെടുക്കാം. പിസ്സയുടെ ടോപ്പിംഗ്സിനുള്ള കണവ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഈ സെയിം പാനിലേക്ക് നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കാം. കട്ട് ചെയ്തിട്ടുള്ള കണവയുടെ പീസെല്ലാം ഇതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ കണവ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. കണവ ഫ്രൈ ചെയ്തെടുത്തതും മാറ്റി വെക്കാം. ഷ്രെഡഡ് ചീസ്, ക്യാപ്സിക്കം, സവാള സ്ലൈസ് ചെയ്തത്, സ്ലൈസ് ചെയ്തിട്ടുള്ള ഒലീവ്സ്, ഇത് രണ്ടും ഓപ്ഷണൽ ആണ്. ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിനൊന്നും പ്രത്യേകിച്ച് ഒരു അളവില്ല. നമ്മളുടെ ഇഷ്ടാനുസരണം തന്നെ നമുക്കിത് ചേർക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് കലമാരി പിസ്സ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പിസ്സ തയ്യാറാക്കുന്നതിനായിട്ട് ഞാൻ ഇതുപോലൊരു പാനാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിനി ഫ്ലെയിം ഓൺ ചെയ്യാം. പാൻ ഇപ്പോൾ ചൂടായി. നമുക്കിനി കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
ഈ പാനിലേക്ക് നമുക്ക് പിസ്സ ബേസ് വെച്ച് കൊടുക്കാം. ഈ ഫോർക്ക് വെച്ച് ഹോൾ ഇട്ടതാണ് ഈ പാനിൽ ഏറ്റവും ബേസ് ആയിട്ട് വരേണ്ടത്. ഇനി നമുക്കിത് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. പിസ്സ ബേസ് ഞാനിപ്പോൾ പാനിലോട്ട് മാറ്റി. ഇനി നമുക്കിത് അടച്ചു വെച്ച് മീഡിയം ലോ ഫ്ലെയിമിൽ ഈ പിസ്സ ബേസ് ഒരു 10 മിനിറ്റ് വേവിക്കാം. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. പിസ്സയുടെ ബേസ് നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് തിരിച്ചിടാം. ഇപ്പോൾ പിസ്സയുടെ ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. ഇതാണ് പിസ്സയുടെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള സൈഡ്. നമുക്ക് ഇവിടെയാണ് പിസ്സയുടെ ടോപ്പിംഗ്സ് എല്ലാം ആഡ് ചെയ്യേണ്ടത്. ആദ്യം തന്നെ പിസ്സയുടെ സോസ് ചേർക്കാം. പിസ്സയുടെ ഏറ്റവും എഡ്ജിൽ വരരുത്, ആ സെന്ററിൽ മാത്രമാണ് ഈ പിസ്സയുടെ സോസ് നമ്മൾ സ്പ്രെഡ് ചെയ്യേണ്ടത്. ഇനി ഇതിലേക്ക് കണവയുടെ പീസസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചീസ് ചേർക്കാം. ക്യാപ്സിക്കം അണിയനും ചേർക്കാം. ഒലീവ്സ് ചേർക്കാം. ഏറ്റവും ലാസ്റ്റ് കുറച്ചുകൂടെ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചീസ് ചേർക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയി. നമുക്കിനി ഓപ്പൺ ചെയ്ത് നോക്കാം. നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊരു സെർവിംഗ് ബോർഡിലേക്ക് മാറ്റാം. ഇപ്പോൾ ഞാൻ പിസ്സ സെർവിംഗ് ബോർഡിലേക്ക് മാറ്റി. ഇനി ഇതുപോലെ പിസ്സ ടോപ്പർ വേണമെങ്കിൽ നമുക്ക് ഈ ടൈമിൽ ആഡ് ചെയ്യാം. ഇത് ഓപ്ഷണലാണ്. ഈ പിസ്സ ഒരു പിസ്സ കട്ടറോ അല്ലെങ്കിൽ ഒരു നൈഫോ ഉപയോഗിച്ച് നമുക്ക് കട്ട് ചെയ്യാം. അങ്ങനെ കലമാരി പിസ്സ ഇവിടെ റെഡിയായി. പിസ്സ പുറത്ത് നല്ല ക്രിസ്പിയാണ്, അതേസമയം ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഇനി അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.